ഹായ്, ഏറെ രസകരമായ ഒരു മലയാളം ചലച്ചിത്രം പുതിയ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ വാഴ 2 നിലവിൽ ചലച്ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. രസകരമായ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥയെ ആരംഭിക്കുന്നത് ഹാഷിർ എന്നും അലനെന്നും പേരുള്ള രണ്ട് ചെറിയ കുട്ടികളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അയൽവക്കക്കാരായ അവർ ചെറുപ്പം തൊട്ടേ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഹാഷിറിന്റെ പിതാവ് അവന്റെ കുട്ടിക്കാലത്തെ മരണപ്പെട്ടതാണ്. അവന്റെ മാതാവ് ആ സമയം ഗർഭിണിയായിരുന്നു. ഇതേ സമയം അലന്റെ ഉമ്മയും ഗർഭിണിയാണ്. അങ്ങനെയിരിക്കെ ഹാഷിറിന്റെ വീട്ടിൽ അവന്റെ പിതാവിന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന നടക്കുന്ന ദിവസം അലന്റെ ഉമ്മയ്ക്ക് പ്രസവവേദന വന്നു. ഉടനടി അവർ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. അലൻ എപ്പോഴും തനിക്കൊരു അനിയൻ ജനിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ പിറന്നതാകട്ടെ ഒരനിയത്തിയാണ്. അലന്റെ ഉമ്മയ്ക്ക് പ്രസവവേദന വന്നതോടെ തന്റെ ഉമ്മയ്ക്ക് എന്താ പ്രസവവേദന വരാത്തത് എന്ന ചിന്തയിലായി കുട്ടി ഹാഷിർ. നിഷ്കളങ്കമായി അവൻ പലപ്പോഴും ഉമ്മയോട് പ്രസവവേദന വന്നോ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഒരു ദിവസം അവന്റെ ഉമ്മയ്ക്കും പ്രസവവേദന വന്നു. അതുകണ്ട് ഹാഷിർ നല്ല രീതിയിൽ സന്തോഷിച്ചു. അവന് പിറന്നതാകട്ടെ ഒരനിയനുമായിരുന്നു. അനിയത്തി പിറന്നതിൽ അലന് നിരാശയുണ്ടെങ്കിലും അനിയൻ പിറന്നതിൽ ഹാഷിറിന് സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. അലനെ ആശ്വസിപ്പിക്കാൻ, വളരുമ്പോ എന്റെ അനിയനെ കൊണ്ട് നിന്റെ അനിയത്തിയെ കല്യാണം കഴിപ്പിക്കാം, അപ്പോ നിനക്കും അവന്റെ ചേട്ടനാവാമല്ലോ, അവന്റെ കൂടെ കളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹാഷിർ അലനെ സമാധാനിപ്പിക്കുകയും ചെയ്തു. നാളുകൾ മുന്നോട്ടേക്കൊഴുകി. കുട്ടികൾ വളർന്നു വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഹാഷിർ വിചാരിച്ച പോലൊന്നുമായിരുന്നില്ല കാര്യങ്ങൾ നടന്നത്. അനിയൻ ജനിച്ചതോടെ ഉമ്മയുടെ ശ്രദ്ധ മുഴുവൻ അനിയനിലേക്ക് തിരിഞ്ഞു. ഹാഷിർ വിചാരിച്ച പോലെ അനിയനൊപ്പം ഒരുപാട് സമയം കളിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും ഒന്നും കഴിഞ്ഞില്ല. എല്ലാ കാര്യത്തിനും ഉമ്മ ഹാഷിറിനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഉമ്മയെ എതിർത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടും അനിയന്റെ കാര്യമായതുകൊണ്ടും ഹാഷിർ ഉമ്മ പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. എന്തായാലും അങ്ങനെ നാളുകൾ മുന്നോട്ടേക്ക് പോയി. ഹാഷിറിന്റെ അനിയൻ നാഷിറും സ്കൂളിൽ പോകാനുള്ള പ്രായമായി. ഹാഷിറിനൊപ്പമായിരുന്നു മകനെയും അവന്റെ ഉമ്മ സ്കൂളിൽ വിട്ടിരുന്നത്. ഹാഷിർ ആ സമയം കുറച്ച് മീനൊക്കെ വളർത്തുന്നുണ്ട്. വളർത്തുമീനുകൾ അവന് ജീവനുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നാഷിർ സ്കൂൾ വിട്ടു വന്നപ്പോ അവന്റെ ബാഗിൽ അവന്റെ പാത്രമുണ്ടായിരുന്നില്ല. ഉമ്മ വന്ന് ഹാഷിറിനോട് പാത്രം എവിടെയെന്ന് ചോദിച്ചു. അറിയില്ലെന്നായിരുന്നു അവന്റെ മറുപടി. പക്ഷേ അവന്റെ ഉമ്മ ദേഷ്യം പിടിക്കുകയും വളർത്തുമീനിന് ഭക്ഷണം കൊടുക്കാൻ നിന്ന് അവന്റെ കയ്യിൽ നിന്ന് തീറ്റപ്പാത്രം വാങ്ങിവെക്കുകയും സ്കൂളിൽ പോയി നാഷിറിന്റെ പാത്രം എടുത്തുകൊണ്ടുവന്നാൽ മാത്രമേ തീറ്റപ്പാത്രം തിരിച്ചു തരൂ എന്ന് പറയുകയും ചെയ്തു. സമയം രാത്രിയോടടുത്തിരുന്നു. മീനിന് തീറ്റ കൊടുക്കാത്തതിൽ ഹാഷിറിന്റെ സങ്കടമുണ്ട്. നടന്ന കാര്യങ്ങൾ ഹാഷിർ കൂട്ടുകാരൻ അലനെ വിളിച്ചു പറഞ്ഞു. ഒടുവിൽ ഇരുവരും കൂടി ആ രാത്രിയിൽ സ്കൂളിൽ പോയി നോക്കാൻ തീരുമാനിച്ചു. പേടിയോടെയാണ് സ്കൂളിലേക്ക് എത്തിയതെങ്കിലും ഒടുവിൽ അവർക്ക് പാത്രം കിട്ടി. പാത്രം അവൻ കൊണ്ടുപോയി ഉമ്മച്ചിയുടെ കയ്യിൽ തിരികെ ഏൽപ്പിച്ചു. തീറ്റ തരാനും ആവശ്യപ്പെട്ടു. പക്ഷെ ആദ്യം ആ പാത്രം കഴുകി വെക്ക്, എന്നിട്ട് തരാമെന്നായിരുന്നു അവന്റെ ഉമ്മ മറുപടി പറഞ്ഞത്. ഹാഷിർ പോയി അതും ചെയ്തു. പിന്നാലെ തിരിച്ചു വന്ന് തീറ്റപാത്രം ചോദിച്ചപ്പോഴാണ് താൻ തീറ്റ മൊത്തം മീനുകൾ കിട്ടുകൊടുത്തു എന്ന കാര്യം ഉമ്മ പറയുന്നത്. അത് കേട്ടതും ഹാഷിർ ആകെ ഞെട്ടിപ്പോയി. അത്രയും തീറ്റ ഇട്ടുകൊടുത്ത മീനുകളെല്ലാം നദി നിന്ന് ചത്തുപോകും. കരഞ്ഞുകൊണ്ട് അവൻ ഓടി തന്റെ മീൻകുളത്തിനടുത്തെത്തി. അവൻ പറഞ്ഞ പോലെ തന്നെ മീനുകൾ ചത്തുപോയിരുന്നു. ഉമ്മയും പിന്നാലെ വന്നു. ഉമ്മയ്ക്ക് അതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ട് ഇട്ടുകൊടുത്തതാണ്. ആ കാഴ്ച കണ്ട് അവർ ഏറെ ദുഃഖിച്ചു. ഹാഷിർ പൊട്ടിക്കരഞ്ഞു. അവനെ സമാധാനിപ്പിക്കാൻ ഉമ്മ ശ്രമിച്ചെങ്കിലും സങ്കടത്തിൽ ഉമ്മയുടെ കൈതട്ടി മാറ്റി അവൻ അവിടെ നിന്ന് നടന്നു. വർഷങ്ങൾ വീണ്ടും ഒരുപാട് കടന്നുപോയി. ഹാഷിർ ഇപ്പോൾ +2 പഠിക്കുന്നു. അനിയൻ നാഷിറും അതേ സ്കൂളിൽ വലിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നാഷിറിനിപ്പോ അക്വേറിയമൊക്കെ ഉണ്ട്. ഓരോ ചെറിയ കാര്യത്തിനും ഇപ്പോൾ അവർ തമ്മിൽ പൊരിഞ്ഞ വഴക്കാണ്. അവരുടെ വഴക്ക് കണ്ട് ദേഷ്യപ്പെടാനും ഒച്ചയെടുക്കാനും മാത്രമേ അവരുടെ ഉമ്മയ്ക്കിപ്പോ സമയമുള്ളൂ. മറുവശത്ത് അലന്റെ വീട്ടിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. അലനും അനിയത്തി ആഷ്നയും എപ്പോഴും വഴക്കാണ്. എന്തായാലും അന്നത്തെ വഴക്കും കഴിഞ്ഞ് അലനും ഹാഷിറും നേരെ സ്കൂളിലേക്ക് പോയി. ഇരുവരും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഉറ്റ സുഹൃത്തുക്കളുമാണ്. ഹാഷിറിന് സ്കൂളിൽ ഒരു പ്രണയ താല്പര്യമൊക്കെയുണ്ട്. ഷൈന എന്നാണ് അവളുടെ പേര്. പക്ഷെ അതൊരു വൺ സൈഡ് പ്രണയം പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാഷിറിനത് അവളോട് പറയാൻ ധൈര്യമൊന്നുമില്ല. എന്നാലും അവളുടെ പിന്നാലെ ഹാഷിർ എപ്പോഴുമുണ്ട്. അവരുടെ അതേ സ്കൂളിൽ ഒരു മാഷുണ്ട്. മുജീബ് എന്നാണ് പേര്. സ്കൂളിൽ എപ്പോഴും സദാചാര പ്രവർത്തനം നടത്തുകയും കുട്ടികളെ തല്ലി ശരിയാക്കുകയും വേണം എന്ന് വിശ്വസിക്കുന്ന ഒരു സാർ. കുട്ടികൾക്കാർക്കും അയാളെ ഇഷ്ടമേയല്ല. കുട്ടികളോട് ശത്രുതാപരമായ രീതിയിലാണ് അയാൾ പെരുമാറുന്നത്. അന്നൊരു ദിവസം അസംബ്ലിയിൽ വെച്ച് മുജീബ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു നിൽക്കെ അസംബ്ലിയിൽ നിന്നിരുന്ന കുട്ടികൾ ചിലർ കുഴഞ്ഞു വീഴാൻ ആരംഭിച്ചു. ആ കൂട്ടത്തിൽ ഒരാൾ അലന്റെ സഹോദരി ആഷ്നയായിരുന്നു. ആഷ്ന വീണത് കണ്ടതും അതേ സ്കൂളിൽ പഠിക്കുന്ന അജൻ എന്ന പയ്യൻ തന്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്നത് ഹാഷിറും അലനും കേട്ടു. അജന് ആഷ്ന
ആഷ്നയോട് വൺ സൈഡ് പ്രണയമുണ്ട്. ഹാഷിറിനും അലനും അത് കേട്ടതിൽ ദേഷ്യം തോന്നാതിരുന്നില്ല. പിന്നാലെ മയക്കം അഭിനയിച്ച് അജിനും ആഷ്നയുടെ അടുത്തു ചെന്നിരുന്നു. അവളോട് ശൃംഗരിക്കാനും മറ്റും ആരംഭിച്ചു. അജിൻ തന്റെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. എപ്പോഴും അവൻ ആഷ്നയെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നു. പക്ഷേ ഹാഷിറും അലനും ഇത് ശ്രദ്ധിക്കുന്നുമുണ്ടായിരുന്നു. ഒരു ദിവസം അതിന്റെ പേരിൽ സ്കൂൾ ടോയ്ലറ്റിൽ വെച്ച് ഹാഷിറും അലനും ചേർന്ന് അജിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. പിന്നാലെയാണ് അത് ചോദിക്കാൻ അജിന്റെ ചേട്ടൻ സജിനും കൂട്ടുകാരൻ വിനായകനും കൂടി കടന്നു വരുന്നത്. ചോദ്യവും പറച്ചിലും നല്ല രീതിയിൽ കയറി അങ്ങ് മൂത്തപ്പോ അത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങി. ഒടുവിലും മുജീബ് സാർ എത്തി എല്ലാവരെയും തല്ലിയൊടിക്കുകയായിരുന്നു ചെയ്തത്. അത് പക്ഷേ ഒരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ആ രണ്ട് സംഘങ്ങളും തമ്മിൽ എപ്പോഴും ഇടിയായി. ഒടുവില് സ്കൂൾ കലോത്സവത്തിനും ഇടിയുണ്ടായപ്പോ മുജീബ് സാർ എത്തി ഏവരെയും കണക്കിന് മർദ്ദിച്ചു. ഒടുവില് പ്രിൻസിപ്പൽ റൂമിലേക്കും അവന്മാർ എത്തിച്ചേർന്നു. അവരുടെ പാരന്റ്സിനെയും പ്രിൻസിപ്പൽ വിളിച്ചു വരുത്തി. ഇവരിങ്ങനെ മുഴുവൻ പ്രശ്നമുണ്ടാക്കുകയാണെന്നും എല്ലാവരെയും ടീസി തന്നുവിടും എന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. സജിന്റെയും അജിന്റെയും അച്ഛൻ വിനായകിനെയും മറ്റുള്ളവരെയും കുറ്റം പറയുകയായിരുന്നു ചെയ്തത്. പക്ഷേ വിനായകിന്റെ അച്ഛൻ അതിനെ എതിർത്തു. തന്റെ മകനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ബാക്കി കുട്ടികളെയും. എന്തായാലും അത്തവണത്തേക്ക് വാണിംഗ് കൊടുത്ത് ഏവരെയും പറഞ്ഞയച്ചു. അന്ന് വീട്ടിലെത്തിയപ്പോ വിനായകിന്റെ അച്ഛൻ രാജൻ വിനായകിനോട് സ്നേഹത്തോടെ സജിനും മറ്റുമായി ഇനി കമ്പനി വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വിനായക് അത് ചെവികൊള്ളാൻ ഒരുക്കമായിരുന്നില്ല. വിനായകിന് സൗഹൃദമായിരുന്നു ഏറ്റവും വലുത്. അവൻ അമ്മയുണ്ടായിരുന്നില്ല. സ്നേഹസമ്പന്നനായ ആ അച്ഛൻ ഒറ്റയ്ക്കാണ് മകന് വളർത്തുന്നത്. തന്റെ മകനോട് അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹവുമായിരുന്നു. അവരുടെ സ്കൂളിനടുത്ത് കുട്ടേട്ടൻ എന്ന പേരുള്ള ഒരു വ്യക്തി ചെറിയൊരു ജ്യൂസ് കട നടത്തുന്നുണ്ട്. കുട്ടേട്ടന്റെ കടയായിരുന്നു സ്കൂൾ വിട്ടിറങ്ങിയാൽ പ്രധാനമായും ഇവന്മാരുടെ എല്ലാം താവളം. പക്ഷെ അന്ന് നടന്ന സംഭവത്തിന്റെ പേരിൽ സജിൻ വിനായകുമായുള്ള കമ്പനി വിടാൻ തീരുമാനിച്ചു. സജിൻ അത്യാവശ്യം പഠിക്കുന്ന കൂട്ടത്തിലാണ്. അജിനാകട്ടെ വിനായകിന്റെ ഒപ്പം കമ്പനിയായി പൂർണ്ണമായും ചേർന്നു. അതോടെ വിനായകും അജിനും അടുത്ത കൂട്ടുകാരായി മാറി. അങ്ങനെ ഇരിക്കെയാണ് ലൂസിഫർ സിനിമ റിലീസാകുന്നത്. നല്ല തിരക്കാണ്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അജിനും വിനായകും ക്യൂവിൽ അത്യാവശ്യം മിഡിൽ ലൈനിലുണ്ട്. അമീൻ എന്ന പേരുള്ള മറ്റൊരു പയ്യനും അവന്റെ സംഘവും അന്ന് സിനിമ കാണാൻ എത്തിയിരുന്നു. പക്ഷേ ടിക്കറ്റ് എടുക്കാൻ അവർ ക്യൂവിൽ പിന്നിലാണ്. ആ സമയത്താണ് ഒരുപാട് വൈകി അലനും ഹാഷിറും കൂടി അങ്ങോട്ടേക്ക് വന്നെത്തുന്നത്. അജിനും വിനായകും അവന്മാരെ നോക്കിക്കണ്ടു. തിരക്കായതുകൊണ്ട് ടിക്കറ്റ് കിട്ടില്ല എന്ന അവസ്ഥയിൽ ബ്ലാക്കിനെടുക്കാൻ നിൽക്കുകയാണ് ഇരുവരും. ക്യൂവിൽ നിൽക്കുന്നവരോടും മറ്റും ടിക്കറ്റിന്റെ കാര്യം അവർ അന്വേഷിക്കുന്നുമുണ്ട്. കാര്യം സ്കൂളിൽ വെച്ചപ്പോഴും ഇടിയുണ്ടാവുമെങ്കിലും പ്രശ്നങ്ങൾ തീരുവാണെങ്കിൽ തീരട്ടെ എന്ന മട്ടിൽ അവർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ അജിനും വിനായകും കൂടി ചിന്തിച്ചു. അവന്മാരോട് ചോദിച്ചപ്പോ ഹാഷിറും അലനും ഒന്ന് ചിന്തിച്ച ശേഷം ടിക്കറ്റ് കിട്ടാൻ മറ്റു വഴിയില്ലാത്തത് കൊണ്ട് ഓക്കെ പറയുകയും ചെയ്തു. ഇവർ തമ്മിൽ വിളിച്ചു പറഞ്ഞായിരുന്നു ഈ കമ്മ്യൂണിക്കേഷൻ നടന്നത്. പിന്നീട് നിന്നിരുന്ന അമീൻ അത് കേട്ടു. ഓൾറെഡി ടിക്കറ്റ് കിട്ടുമോ എന്ന സംശയത്തിലാണ് അമീനും സംഘവും ഉള്ളത്. അതോടെ അമീനും സംഘവും വിനായകും അജിനുമായി ഉടക്കി പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ഹാഷിറും അലനും അതിൽ ഇടപെടാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെന്നു. അതോടെ അവിടെ ഒരു കൂട്ടയിടിയായി മാറി. ഒടുവിൽ പോലീസ് എത്തിയായിരുന്നു എല്ലാവരെയും അടിച്ചൊതുക്കിയത്. ഒടുവില് ഒരു തരത്തിൽ ടിക്കറ്റ് എടുത്ത് എല്ലാവരും സിനിമ കാണാൻ അകത്ത് കയറി. തിയേറ്ററിനകത്ത് ഒച്ചയും ബഹളവുമാണ്. ചോദ്യം ചെയ്യാൻ അവിടുത്തെ SI എത്തിയപ്പോഴോ തിയേറ്ററിലെ ഇരുട്ടിന്റെ മറവിൽ എല്ലാവരും കൂടി SIയെ കളിയാക്കി നാണം കെടുത്തി വിട്ടു. മറ്റു വഴിയില്ലാത്തതുകൊണ്ട് SI പുറത്തേക്കിറങ്ങേണ്ടിയും വന്നു. പക്ഷെ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ തന്നെ കളിയാക്കിയത് അവരാണെന്ന് തോന്നിയ SI ആകട്ടെ അമീനെയും സംഘത്തെയും പിടിച്ച് കണക്കിന് മർദ്ദിക്കാൻ തുടങ്ങി. ഒരു തരത്തിൽ ഹാഷിറും അലനും വിനായകും അജിനും തങ്ങളുടെ ബൈക്കിൽ അവിടെ നിന്ന് പുറത്തു കടന്ന് രക്ഷപ്പെട്ടു. അതായിരുന്നു അവരുടെ സൗഹൃദത്തിന്റെ തുടക്കം. പിന്നീട് അങ്ങോട്ടേക്ക് എല്ലാത്തിനും അവർ 4 പേരും ഒന്നിച്ചുണ്ടായിരുന്നു. അജിൻ അലന്റെ പെങ്ങളുമായുള്ള പ്രണയം ഉപേക്ഷിച്ചു. അവളെ പെങ്ങളെ എന്ന് പോലും വിളിച്ചു. ഇതേ സമയം അലനാകട്ടെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുമായി പ്രണയമുണ്ട്. ഹാഷിർ ഷൈനയുടെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിലും അവനൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിരുന്നേയില്ല. ഭയന്നിട്ട് അവൻ തന്റെ പ്രണയം പറഞ്ഞിട്ടുമില്ല. മുജീബ് സാറ് കുട്ടികളെ തല്ലി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സ്കൂളിൽ നല്ലവനായ ഒരു സാറുണ്ട്. മനോജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കുട്ടികളെ ഇങ്ങനെ തല്ലുന്നതും ആവശ്യമില്ലാതെ ഗുണദോഷിക്കുന്നതും മറ്റും മനോജിന് ഇഷ്ടമായിരുന്നില്ല. മുജീബിനെ അദ്ദേഹം പലപ്പോഴും എതിർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും തന്റെ ഭാഗം ന്യായീകരിച്ച് മുജീബ് മനോജിന്റെ വാക്കുകളെ തള്ളാറാണ് പതിവ്. ഇതിനിടയിൽ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഹാഷിറും സംഘവും സ്കൂളിലെ മറ്റൊരു ടീമുമായി പ്രശ്നത്തിലേർപ്പെടാൻ തുടങ്ങി. പലയിടത്തും അവർ തമ്മിൽ വഴക്കുണ്ടായി. സംഘട്ടനവും നടന്നു. ഹാഷിറും സംഘവും എപ്പോഴും കൂടിയിരുന്നത് വിനായകിന്റെ വീട്ടിലായിരുന്നു. വിനായകിന്റെ അച്ഛനും അവർ വലിയ കാര്യമായിരുന്നു. അങ്ങനെ കൗമാരപ്രായത്തിന്റെ രസകരമായ കാര്യങ്ങളുമായി അവരുടെ ജീവിതം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു.
അങ്ങനെ ഇരിക്കെയാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരു ദിവസം സജിന്റെ ക്ലാസ്മേറ്റ് കൃഷ്ണപ്രിയയുടെ അച്ഛൻ അവരുടെ വീട്ടിലേക്ക് വന്നു. സജിന്റെ അപ്പൻ കൃഷ്ണപ്രിയയുടെ അച്ഛന്റെ അടുക്കൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. പലവട്ടം ചോദിച്ചിട്ടും തിരിച്ചു കൊടുത്തിട്ടില്ല. അയാൾ അത് ചോദിച്ച് വീട്ടിൽ വന്നതാണ്. അന്നവിടെ പ്രശ്നമുണ്ടായപ്പോ കൃഷ്ണപ്രിയയുടെ മുമ്പിൽ സജിൻ നാണം കിട്ടു. പിന്നാലെ അവരുടെ വീട്ടിലൊരു സംസാരമുണ്ടായി. സജിന്റെയും അജിന്റെയും അപ്പൻ മറ്റു ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും താനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ തുടരുന്നൊരു മനുഷ്യനാണ്. ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത മനുഷ്യൻ. അത്യാവശ്യം നന്നായി പഠിക്കുമെങ്കിലും സജിന് +2 കഴിഞ്ഞ ഗവൺമെന്റ് സീറ്റൊന്നും കിട്ടില്ല. അതുകൊണ്ട് അവൻ ദുബായിക്ക് അവന്റെ അങ്കിളിന്റെ അടുത്ത് പോയി ജോലി എടുക്കട്ടെ എന്ന തരത്തിൽ അയാൾ പറഞ്ഞു. സജിന്റെ അമ്മ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ അച്ഛൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കണ്ട് സഹികെട്ടിരുന്ന സജിൻ മനസ്സില്ലാ മനസ്സോടെ ഒടുവിലതിന് സമ്മതിച്ചു. അജിൻ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും ആ പ്രായത്തിൽ ചേട്ടനൊരു പണി കിട്ടുന്നതല്ലേ എന്ന മട്ടിൽ അവൻ സന്തോഷിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു കാര്യം പുറത്തു വരുന്നത്. അലന്റെ പിതാവ് ഷിയാസിനടുക്കൽ അവിടുത്തെ മൊയ്ലാർ ഒരു കാര്യം പറഞ്ഞു. അതുവരെയും അലന്റെ സുന്നത്ത് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും പ്രായമായ സ്ഥിതിക്ക് അത് നടത്തണം. അവിടുത്തെ ഒസാൻ ഹജ്ജിന് പോവുകയാണ്. അതുകൂടി നടത്തിയാലേ ഒസാന് തൃപ്തി കിട്ടൂ എന്നാണ് ഒസാൻ പറയുന്നത്. പക്ഷെ നേരിട്ട് പിടിക്കാൻ ചെന്നാൽ അലനതിന് സമ്മതിക്കില്ല. ഒടുവിൽ ഷിയാസ് രാജന്റെ സഹായം തേടി. അവർ എപ്പോഴും രാജന്റെ വീട്ടിലാണല്ലോ ഒത്തുകൂടുന്നത്. അപ്പോ പ്ലാൻ ചെയ്ത് വളഞ്ഞിട്ട് പിടിക്കലായിരുന്നു പദ്ധതി. രാജൻ ഒരു ദിവസം വീട്ടിലേക്ക് ഒരു DVD പ്ലെയറുമായിട്ട് വന്നു. പിന്നാലെ അടുത്ത ദിവസം തനിക്കൊരിടം വരെ പോവാനുണ്ട് എന്ന് മോനോട് പറയുകയും ചെയ്തു. അങ്ങനെ വന്നാൽ അടുത്ത ദിവസം ഒരു അഡൽട്ട് ഫിലിം കാസറ്റ് ഒക്കെ എടുത്ത് അവരാ വീട്ടിൽ ഒത്തുകൂടുമെന്നും അപ്പോൾ അലനെ കൈയോടെ പിടിക്കാം എന്നൊക്കെയായിരുന്നു അവർ പദ്ധതിയിട്ടത്. പദ്ധതി അവർ വിചാരിച്ച പോലെ മുന്നോട്ട് പോവുകയും ചെയ്തു. പിറ്റേന്ന് പുലർച്ചെ വിനായകനോട് യാത്ര പറഞ്ഞ രാജൻ പുറത്തിറങ്ങി. പിന്നാലെ ഷിയാസിനൊപ്പം ചേർന്ന് പറമ്പിൽ ഒളിഞ്ഞിരിക്കാൻ ആരംഭിച്ചു. വൈകാതെ വിനായക് വിളിച്ചതനുസരിച്ച് മദ്യവും മറ്റുമായി ഹാഷിറും സംഘവും കൂടി വന്നെത്തി. അലനെ ആ കൂട്ടത്തിൽ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അലൻ തന്റെ കാമുകിയുമായി അങ്ങോട്ടേക്ക് വരുന്നത്. അത് കണ്ടതും അക്ഷരാർത്ഥത്തിൽ ഷിയാസും രാജനും ഞെട്ടി. പിന്നാലെ തങ്ങളുടെ കൂടെയുള്ള ആളുകളെയും കൂട്ടി അവർ വീടിനകത്തേക്ക് കടന്നു കയറി. മദ്യപിക്കാനിരുന്ന കുട്ടികളെ കൈയോടെ പൊക്കി. അലനെ നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. അലനും കാമുകിയും അവിടുത്തെ ഒരു മുറിയിലാണ്. സംഭവം എന്തെന്നാൽ അവർ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാൻ കേക്കൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. വൈകാതെ ഷിയാസും സംഘവും വാതിലിൽ മുട്ടി അകത്ത് കയറി. അലൻ കൈയോടെ പിടികൂടപ്പെട്ടു. അങ്ങനെ അലന്റെ സുന്നത്ത് കല്യാണവും നടന്നു. വലിയ ആഘോഷമായിട്ടായിരുന്നു ഷിയാസ് അത് നടത്തിയത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്കൂളിലൊരു പ്രശ്നമുണ്ടായി. സ്കൂളിലെ സ്റ്റെയർ കേസിന് താഴെ നിന്ന് 2 കുട്ടികൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. മുജീബ് സാറ് അവരെ കൈയോടെ പിടികൂടി ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒരു സദാചാര ലൈനിലായിരുന്നു ചോദ്യം ചെയ്യൽ. ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങാൻ വന്നതാണ് എന്നാണ് കുട്ടി പറഞ്ഞെങ്കിലും ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈല് സാറും കൂടെ ഉണ്ടായിരുന്ന ടീച്ചറും ശ്രദ്ധിച്ചു. അതോടെ അവർ പ്രിൻസിപ്പൽ റൂമിലേക്ക് എത്തിക്കപ്പെട്ടു. മുജീബ് വലിയ തോതിൽ ആ കുട്ടികളെ വിരട്ടാൻ തുടങ്ങി. അവരുടെ പാരന്റ്സിനെ വിവരമറിയിക്കണം, അവരുടെ പ്രണയം അവരെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പെൺകുട്ടിയുടെ ഫോണിൽ അതിനുവേണ്ട തെളിവുകളും ഉണ്ടായിരുന്നു. പെൺകുട്ടിയും ആൺകുട്ടിയും വല്ലാതെ വിരണ്ടു. അവർ കരനപേക്ഷിച്ചു. ആ സമയത്താണ് മുജീബ് സാർ ഒരു നമ്പർ ഇറക്കിയത്. അവരുടെ പ്രണയം വീട്ടുകാരെ അറിയിക്കില്ല, പകരം അവര് താൻ പറയുന്ന കാര്യം ചെയ്യണം. അവരുടെ ക്ലാസ്സിലും സ്കൂളിലും ആരൊക്കെ മൊബൈൽ കൊണ്ടുവരുന്നുണ്ടെന്നും ആരൊക്കെ പരസ്പരം പ്രണയിക്കുന്നുണ്ടെന്നും അവർ മുജീബ് സാറിന് ഒറ്റുകൊടുക്കണം. ഭയന്നിരുന്ന ആ കുട്ടികൾ അതിന് തയ്യാറായി. പിന്നെ പറയണ്ടല്ലോ, സ്കൂളിൽ അവരുടെ ക്ലാസ്സിലടക്കം ഓരോരുത്തരെയായി പൊക്കിത്തുടങ്ങി. ഹാഷിറിന്റെ ക്ലാസ്സിലായിരുന്നു ആ പെൺകുട്ടി പഠിച്ചിരുന്നത്. ഫോൺ കൊണ്ടുവന്നിരുന്നവരും പ്രണയിക്കുന്നവരുമായി നിരവധി പേർ പിടിക്കപ്പെട്ടു. ആ കൂട്ടത്തിൽ അലനും അവന്റെ കാമുകിയും ഉണ്ടായിരുന്നു. പക്ഷേ കൂട്ടത്തിൽ ഷൈനയ്ക്കും പ്രണയമുണ്ട് എന്ന മട്ടിൽ എഴുന്നേറ്റ് നിർത്തപ്പെട്ടു. ഷൈന ചൂണ്ടിക്കാണിച്ചതാകട്ടെ ഹാഷിറിനെയായിരുന്നു. ഹാഷിർ ആദ്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. പിന്നെയാണ് വ്യക്തമായത്. ഹാഷിർ അവളുടെ പിന്നാലെ നടക്കുമ്പോഴൊക്കെയും ഷൈന അത് ശ്രദ്ധിച്ചിരുന്നു. ഷൈനയ്ക്ക് ഹാഷിറിനെ ഇഷ്ടവുമായിരുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ അത് പേടിപ്പെടുത്തുന്ന സംഭവമായിരുന്നെങ്കിൽ ഷൈനയ്ക്ക് തന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞതും ഹാഷിറിനത് വലിയ സന്തോഷം നൽകുന്ന ദിവസമായി മാറി. പിന്നാലെ അവർ പ്രിൻസിപ്പൽ റൂമിലേക്ക് എത്തിക്കപ്പെട്ടു. അപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി പുറത്തു വരുന്നത്. കുറച്ച് കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അലന്റെ സഹോദരി ആഷ്നയുമുണ്ട്. മാതാപിതാക്കൾ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തപ്പെട്ടു. മുജീബാണെങ്കിൽ തന്റെ വായിൽ വന്നതെല്ലാം വളരെ മോശം രീതിയിൽ കുട്ടികളെ പറ്റി അവിടെ വെച്ച് പറയുന്നുണ്ടായിരുന്നു. പാരന്റ്സ് തലതാഴ്ത്തിയിരിക്കുകയാണ്. ആഷ്ന പൊട്ടിക്കരയുന്നു. ഷിയാസ് ഇത്തവണത്തേക്ക് ക്ഷമിക്കണമെന്ന് മുജീബിനോടും പ്രിൻസിപ്പലിനോടും അപേക്ഷിച്ചു. പക്ഷേ മുജീബ് അടങ്ങുന്നേണ്ടായിരുന്നില്ല. ആഷ്നയെപ്പറ്റി അത്രമേൽ മോശമായ രീതിയിൽ അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നു. പാരന്റ്സിന് ഒരു ഉത്തരവാദിത്വവുമില്ലാതെ അവർ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണെന്നും തവണ സ്കൂൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയവർ അടുത്ത ദിവസം ലോഡ്ജിൽ നിന്നായിരിക്കും പിടിക്കപ്പെടുക എന്ന മട്ടിലുമൊക്കെ അയാൾ പറഞ്ഞു. അയാളുടെ പുഴുത്ത വാക്കുകൾ കേട്ട് ഹാഷിറും മലനും പിടിവിട്ടു നിൽക്കുകയായിരുന്നു. അത്രയുമായപ്പോ അവർ മുജീബിനെ കടന്നു തല്ലി. മനോജ് സാർ ഇടപെട്ടായിരുന്നു കുട്ടികൾ
കുട്ടികളെ പിടിച്ചു മാറ്റിയത്. അതോടെ പ്രിൻസിപ്പൽ അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്നായി. അധ്യാപകരുടെ മേൽ കൈവച്ച് അവർ ഇവിടെ പഠിക്കാൻ യോഗ്യരല്ലെന്ന് പറഞ്ഞു. പക്ഷേ മനോജ് സാർ കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അധ്യാപകരെയല്ല, മുജീബിനെ മാത്രമാണ് അവർ കൈവച്ചത് എന്ന് മനോജ് സാർ എടുത്തു പറഞ്ഞു. അത് അയാളുടെ സ്വഭാവത്തിന്റേതാണെന്നും കൂട്ടിച്ചേർത്തു. പക്ഷേ മുജീബ് സാറിനെ തല്ലിയതോടെ അധ്യാപകരിൽ പലരും മുജീബിനെ സപ്പോർട്ട് ചെയ്യുകയും കുട്ടികളെ തള്ളുകയും ചെയ്തു. പ്രിൻസിപ്പൽ കുട്ടികളെ പുറത്താക്കുമെന്ന് പറഞ്ഞു. അതോടെ ഹാഷിറും മലനും പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. ഷിയാസിനടുക്കൽ മകളിനി ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്ന് എഴുതി തന്നാൽ മാത്രം അവൾ ഇവിടെ പഠിപ്പിക്കാം എന്ന മട്ടിൽ പ്രിൻസിപ്പൽ ദേഷ്യത്തിൽ പറഞ്ഞു. ഷിയാസ് ഏറെ ദുഃഖത്തോടെ അത് എഴുതി കൊടുത്തു. മറുവശത്ത് ഹാഷിറും കൂട്ടുകാരും കുട്ടേട്ടന്റെ ജ്യൂസ് കടയിലേക്കായിരുന്നു പോയത്. അതാണ് സിഗരറ്റ് വലിക്കാനും മറ്റും അവർ ഒത്തുകൂടുന്ന ഇടം. സിഗരറ്റ് ചോദിച്ചപ്പോ കുട്ടേട്ടന്റെ അടുക്കൽ സിഗരറ്റ് ഉണ്ടായിരുന്നില്ല. അതോടെ മറ്റു വല്ലതും ഉണ്ടോ എന്നായി ചോദ്യം. അപ്പോഴാണ് താൻ വിൽക്കുന്ന ലഹരി വസ്തു കുട്ടേട്ടൻ പുറത്തെടുക്കുന്നത്. കുട്ടേട്ടനത് ഹാഷിറിനും സംഘത്തിനും കലക്കി നൽകി. അത് കുടിച്ചതോടെ അവർക്ക് തലയ്ക്ക് പിടിക്കാൻ ആരംഭിച്ചു. മറുവശത്ത് ആഷ്നയെയും കൂട്ടി ഷിയാസ് പുറത്തേക്കിറങ്ങുകയായിരുന്നു. തടിച്ചുകൂടിയിരുന്ന കുട്ടികൾ വളരെ മോശമായ രീതിയിൽ ആഷ്നയെയും മറ്റും കളിയാക്കുന്നുണ്ടായിരുന്നു. നാണക്കേട് സഹിക്കാൻ പറ്റാതെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടുന്ന കാര്യം പോലും ആ കുട്ടി ഒരു നിമിഷം ആലോചിച്ചു. പക്ഷേ ഷിയാസ് എന്ന പിതാവ് ഉചിതമായ സമയത്ത് ഇടപെട്ടു. തന്റെ മകളെ പിടിച്ച് കൂടെ കൊണ്ടുവന്നു. ഹാഷിറുമായി നേരത്തെ പ്രശ്നമുണ്ടാക്കാറുള്ള സ്കൂളിലെ സംഘമായിരുന്നു ആഷ്നയെ കളിയാക്കിയതിന് പ്രധാനമായും പിന്നിൽ. ആ വിവരം കുട്ടേട്ടന്റെ കടയിൽ ലഹരിയുമടിച്ചിരുന്നിരുന്ന ഹാഷിറിന്റെയും സംഘത്തിന്റെയും ചെവിയിലെത്തി. പിന്നെ പറയണ്ടല്ലോ, വെറി പിടിച്ച പോലെ ലഹരിയുടെ മതോന്മത്തമായ അവസ്ഥയിൽ അവർ സ്കൂളിലേക്ക് ഭ്രാന്തമായിട്ടോടി. അവിടെ ചെന്ന് ആ പയ്യന്മാരുമായി സംഘട്ടനത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. സാധാരണ ഒരു ഫൈറ്റൊന്നുമായിരുന്നില്ല അവിടെ നടന്നത്. അത്രമേൽ തീവ്രമായ ഭ്രാന്തമായ ഒന്നായിരുന്നു. ഒടുവിൽ ഫൈറ്റിൽ നിന്ന് അവരെ പിടിച്ചുമാറ്റാൻ അധ്യാപകരും ഇറങ്ങി. പക്ഷേ പിടിച്ചുമാറ്റാൻ വന്ന മനോജ് സാറിന് ശക്തമായ മർദ്ദനമേറ്റു. ബോധരഹിതനായി അദ്ദേഹം താഴെ വീണു. അതോടെ ഞെട്ടിത്തെറിച്ച് കുട്ടികൾ ആ ഫൈറ്റ് നിർത്തി. സംഭവം കൈവിട്ടുപോയി കഴിഞ്ഞിരുന്നു. പോലീസ് അതിൽ ഇടപെട്ടു. കുട്ടികളെ അറസ്റ്റ് ചെയ്തു. അവർക്ക് ലഹരി വിറ്റ് കുട്ടേട്ടനും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഡിവൈഎസ്പി സേവ്യർ അലക്സാണ്ടർ ആയിരുന്നു നേരിട്ട് ആ കേസ് ഏറ്റെടുത്തത്. കുട്ടേട്ടനെ അയാൾ ക്രൂരമായി മർദ്ദിച്ചു. സ്കൂളിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കമെന്നതുകൊണ്ട് സ്കൂളിൽ നിന്ന് തന്നെ ഒക്കെ പരിഹരിക്കാൻ ഡിവൈഎസ്പി തീരുമാനിച്ചിരുന്നു. കുട്ടികളുമായി PTA മീറ്റിംഗ് അടക്കം വിളിച്ച് അയാൾ സ്കൂളിലെത്തി. പിന്നെ അവിടെ നടന്നത് മക്കളുടെ പക്ഷം പിടിച്ചുള്ള മാതാപിതാക്കളുടെ സംസാരവും കുട്ടികൾക്കെതിരെയുള്ള മുജീബ് സാറിന്റെയും പല അധ്യാപകരുടെയും സംസാരവും ഒക്കെയായിരുന്നു. ഒടുവിൽ ഡിവൈഎസ്പി തന്നെ അതിൽ ഇടപെട്ടു പറഞ്ഞു, കുട്ടികൾ ലഹരിക്കടിമയാവാൻ മാതാപിതാക്കളും അധ്യാപകരും ഒരേപോലെ കാരണക്കാരാണ്. ആശുപത്രിയിലായിപ്പോയിരുന്ന മനോജ് സാറ് ആ കുട്ടികളോട് ക്ഷമിച്ചിരുന്നു. അവർ ഉപയോഗിച്ച ലഹരിയാണ് അവരെ കൊണ്ട് തന്നെ തല്ലിച്ചത് എന്നായിരുന്നു മനോജ് സാറ് പറഞ്ഞത്. ആ നല്ലൊരു അധ്യാപകൻ ഇതൊക്കെ ഉപയോഗിച്ച് ജീവിതം നശിപ്പിക്കരുത് എന്ന് ആ കുട്ടികളെ ഉപദേശിച്ചു. അതോടെ കുട്ടികൾക്കെതിരെയുള്ള ആ കേസ് ഇല്ലാതായി. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടും മുജീബ് അടങ്ങുന്നുണ്ടായിരുന്നില്ല. കുട്ടികളെ കുറ്റപ്പെടുത്താൻ മാത്രമായിരുന്നു അയാൾ ശ്രമിച്ചത്. എപ്പോഴും മുറുക്കുകയും കുട്ടികളെ തല്ലുകയും മാത്രം ചെയ്യുന്ന കുട്ടികൾക്കിഷ്ടമല്ലാത്ത അധ്യാപകനെ പറ്റി അവിടുത്തെ ടോയ്ലറ്റിൽ മൂത്രമൊഴിക്കാൻ പോയപ്പോഴേ ഡിവൈഎസ്പിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. മുജീബിന്റെ മോശം പ്രവൃത്തികളെ ഡിവൈഎസ്പി ചോദ്യം ചെയ്തു. ടോയ്ലറ്റിൽ കുട്ടികൾ അയാളെപ്പറ്റി മോശം കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതടക്കം അവിടെ വെച്ച് പറഞ്ഞുകൊണ്ട് മുജീബിന്റെ തെറ്റുകളെ ഡിവൈഎസ്പി ചൂണ്ടിക്കാണിച്ചു. അതോടെ മുജീബ് ഒന്നൊതുങ്ങി. പിന്നാലെ ഡിവൈഎസ്പി താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് സംസാരിച്ചു. പ്രശ്നത്തിൽപ്പെട്ട ഹാഷിറും സംഘവും അടക്കമുള്ള കുട്ടികൾ ഒഴിവു സമയങ്ങളിൽ കളിക്കുകയും മറ്റുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അവരുടെ ബോള് വഴക്കുണ്ടാക്കിയതിന്റെ പേരിൽ അജന്റെ അച്ഛൻ പൊട്ടിച്ചു കളഞ്ഞു. ഗ്രൗണ്ടിൽ പോയി കളിക്കാമെന്ന് വെച്ചാലോ, അവിടെ ഇപ്പോൾ പല സംഘടനകളും സ്റ്റേജ് കെട്ടി ഓരോരോ പരിപാടികൾ നടത്തുകയാണ്. കുട്ടികൾക്ക് അവിടെ കളിക്കാൻ സ്ഥലമില്ല. സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കാമെന്ന് വെച്ചാലോ മുഴുവൻ സ്കൂൾ ബസ്സും കൊണ്ടുവന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യും. പിന്നെ ഈ കുട്ടികൾ എന്തു ചെയ്യും? എവിടെയെങ്കിലും പോയി അടങ്ങിയൊതുങ്ങി ഇരിക്കാൻ പറഞ്ഞാൽ ഇവന്മാരൊക്കെ ഈ മയക്കുമരുന്നും വലിച്ചു കയറ്റി എവിടെയെങ്കിലും പോയി ഇരിക്കേയുള്ളൂ. അങ്ങനെ നടക്കുന്ന പ്രവൃത്തികൾക്കെതിരെ ഡിവൈഎസ്പി ശക്തമായ വിമർശനം ഉന്നയിച്ചു. ഇനി മേലാൽ സ്കൂൾ ഗ്രൗണ്ടിൽ സ്കൂൾ ബസ്സുകൾ അങ്ങനെ പാർക്ക് ചെയ്യരുതെന്നും കുട്ടികൾക്ക് കളിക്കാൻ അവസരമൊരുക്കണം എന്നും അദ്ദേഹം ശക്തമായി വാദിച്ചു. ഇല്ലെങ്കിൽ സ്കൂളിനും അധ്യാപകർക്കുമെതിരെ നടപടിയെടുക്കും എന്നും അദ്ദേഹം പറഞ്ഞു. ഒടുവില് ഡിവൈഎസ്പി തന്നെ ഒരു വിധി കൽപ്പിച്ചു. തൽക്കാലത്തേക്ക് ആദ്യത്തെ കാര്യമെന്ന രീതിയിൽ കുട്ടികൾക്ക് വാണിംഗ് കൊടുത്ത് പറഞ്ഞയക്കുന്നു. കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കണം. ഡിവൈഎസ്പി സ്ട്രോങ് ആയി തന്റെ നിലപാട് പറഞ്ഞതോടെ സ്കൂളിനും മറ്റും അത് അംഗീകരിക്കേണ്ടി വന്നു. ഇതിനിടയിൽ ഡിവൈഎസ്പി കുട്ടികളെ മാറ്റി നിർത്തി നല്ല രീതിയിൽ ഉപദേശിക്കുകയും ചെയ്തു. ലഹരിമരുന്നുകൾ അവരുടെ ജീവിതത്തെ എത്ര മോശമായ രീതിയിൽ ബാധിക്കുമെന്നും അതവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കും എന്നുള്ള രീതിയിലുള്ള ഉപദേശമായിരുന്നു അത്.
പക്ഷേ പ്രശ്നങ്ങൾ അവിടം കൊണ്ടും തീർന്നില്ല. അതോടെ അലന്റെ പ്രണയം ഇല്ലാതായി. ഹാഷിറിന്റെ കാമുകിയെപ്പറ്റി ഒരു വിവരവുമില്ല. നാട്ടിലും മറ്റും അവർക്ക് മുഴുവൻ ചീത്തപ്പേരായി. അവരും മൊത്തത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളായി മാറി. എല്ലാ തരത്തിലും നാട്ടിലും മറ്റും അവർ ഒറ്റപ്പെട്ടു തുടങ്ങി. ഒടുവില് എല്ലായിടത്തുനിന്നുമുള്ള ആ അവഗണനയും അപമാനവും അവരെ തളർത്തിയിരുന്നു. ആ സമയത്താണ് വിനായകന്റെ അച്ഛൻ രാജൻ അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തി ഉപദേശിച്ചത്. എല്ലാരും പറയുന്ന കേട്ടിങ്ങനെ ഇരിക്കാനാണെങ്കിൽ അതിനെ നേരം കാണൂ. ഉള്ള സമയത്ത് വല്ലതും പഠിച്ച് നല്ലൊരു ജോലി ഉണ്ടാക്ക്. അതവർ സീരിയസ് ആയിട്ട് എടുത്തു. അന്നു മുതൽ അവർ കഴിയുന്ന പോലെ കഠിനമായി പഠിക്കാനും മറ്റും പരിശ്രമിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒടുവില് റിസൾട്ട് വരുന്ന ദിവസം എത്തി. റിസൾട്ട് വന്നാൽ ഉടൻ ആ നാട്ടിൽ നിന്നും മറ്റെങ്ങോട്ടെങ്കിലും പോവണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പ്രധാനമായും UK ആണ് അവർ ലക്ഷ്യം വെച്ചത്. വിനായകന്റെ അച്ഛൻ രാജൻ അവരോട് വിശേഷമന്വേഷിച്ച് പുറത്തേക്ക് പോയി. റിസൾട്ട് വന്നവർ ജയിച്ചാൽ അവരുടെ വലിയ ഫ്ലക്സ് തന്നെ നാട്ടിൽ വെക്കാൻ രാജൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് മേലുള്ള ചീത്തപ്പേര് ഒഴിഞ്ഞു പോവാനും കൂടി വേണ്ടിയായിരുന്നു അത്. കുട്ടികൾ അത്യാവശ്യം പേടിയിലുമാണ്. പരീക്ഷയിൽ തോറ്റാൽ എന്തു ചെയ്യും എന്നൊരു ടെൻഷൻ അവർക്കുണ്ട്. ഹാഷിറൊഴികെ ബാക്കിയെല്ലാവരും തോക്കുമെന്ന് ഭയത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ താൻ എന്തായാലും ജയിക്കും, ആര് തോറ്റാലും താൻ UK പോകും എന്നും പറഞ്ഞായിരുന്നു ഹാഷിറിന്റെ ഇരിപ്പ്. ഒടുവിൽ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോഴോ ഹാഷിറൊഴികെ ബാക്കി എല്ലാവരും ജയിച്ചു. ഹാഷിർ മാത്രം പരാജയപ്പെട്ടു. അതോടെ താനല്ലാതെ അവരെങ്ങനെ UK പോകും എന്ന രീതിയിലായി ഹാഷിർ. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും തങ്ങൾ UK പോകും എന്ന് പറഞ്ഞു. പോരാത്തതിന് ഫ്ലക്സ് അടിച്ചപ്പോഴോ ഹാഷിറിന്റെ ഫോട്ടോ മാത്രം കീറിമാറ്റിയ നിലയിലായിരുന്നു ഫ്ലക്സ് തെരുവിൽ സ്ഥാപിക്കപ്പെട്ടതും. കൂട്ടുകാർ പക്ഷേ ഹാഷിറിനെ സമാധാനിപ്പിച്ചു. ഞങ്ങൾ എന്തായാലും കേറിപ്പോകും, നീ എഴുതിയെടുത്തിട്ട് വന്നാ മതി എന്ന് അവനോട് പറഞ്ഞു. പിന്നാലെ ജയിച്ചവരെല്ലാവരും UK പോവാൻ പണത്തിനും മറ്റുമായി വീടുകളിൽ കാര്യം പറഞ്ഞുള്ള ശ്രമവും മറ്റും ആരംഭിച്ചു. പക്ഷേ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. അലനെ സംബന്ധിച്ച് അലൻ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. അവർക്കധികം സ്വത്തൊന്നുമില്ല. പണം കണ്ടെത്താൻ മറ്റു വഴികളുമില്ല. ഹാഷിറിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഹാഷിറിന്റെ മാമയാകട്ടെ തോറ്റതിന്റെ പേരിൽ വഴക്ക് പറയുകയും UK പോവാൻ ആഗ്രഹിച്ചതിന് ഹാഷിറിനെ കുറ്റം പറയുകയും അവന്റെ വാപ്പയെ വരെ കളിയാക്കുകയും ചെയ്തു. തന്റെ UK പോക്ക് നടക്കില്ലെന്നറിഞ്ഞതും ഹാഷിർ കൂട്ടുകാരെ വിളിച്ച് അവരോട് പോവരുതെന്ന് കരനൊക്കെ പറയാൻ തുടങ്ങി. പക്ഷേ അവർക്കെങ്ങനെയെങ്കിലും നാടുവിട്ടുപോയി രക്ഷപ്പെട്ടാൽ മതിയെന്നാണ്. ഒടുവില് മറ്റു വഴിയൊന്നും ഇല്ലെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് അലൻ പെട്ടെന്ന് അവന്റെ ഉമ്മുമ്മയുടെ കാര്യം ആലോചിക്കുന്നത്. ഉമ്മുമ്മയുടെ കയ്യിൽ കുറച്ച് സ്വർണമൊക്കെയുണ്ട്. ഉമ്മുമ്മയെ സ്നേഹത്തോടെ അലൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നെയ്സായിട്ട് കാര്യം അവതരിപ്പിച്ചു. മറുവശത്ത് വിനായകന്റെ അച്ഛൻ രാജനാകട്ടെ തന്റെ ജ്യേഷ്ഠനെ കണ്ട് സഹായം ചോദിക്കാൻ പോയിരിക്കുകയായിരുന്നു. പക്ഷേ ജ്യേഷ്ഠൻ രാജന്റെ മുമ്പിൽ വെച്ച് വിനായകനെ കുറ്റം പറഞ്ഞു. കള്ളും കഞ്ചാവും ഉപയോഗിച്ച് നടക്കുന്ന ഇവന് വേണ്ടിയിട്ടാണോ എന്റെ അടുക്കൽ സഹായം ചോദിച്ചു വന്നത് എന്ന മട്ടിൽ അയാൾ പറഞ്ഞതും രാജനത് സഹിച്ചില്ല. രാജൻ തന്റെ ചേട്ടനോടൊന്ന് ദേഷ്യപ്പെട്ടു. എനിക്കുള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ടാണെങ്കിലും ഞാൻ അവനെ കയറ്റിവിടുമെന്ന് പറഞ്ഞ് വിനായകനെയും കൂട്ടി രാജൻ അവിടെ നിന്നിറങ്ങി. അച്ഛനാകട്ടെ വീട്ടിൽ പുറത്തു പോവാനുള്ള ആഗ്രഹം പറഞ്ഞു. UK പോവാനാണ് അവൻ ആഗ്രഹം അച്ഛന്റെ അടുക്കൽ പറഞ്ഞതെങ്കിലും വീടിനു വേണ്ടി ഒന്നും ചെയ്യാത്ത അവന്റെ അച്ഛൻ നേരെ ദുബായിലുള്ള അവന്റെ ചേട്ടൻ സജിനെ വിളിച്ചു. അവൻ എത്രയും പെട്ടെന്ന് അവിടെ എന്തെങ്കിലും പണി ശരിയാക്കാനും അവനെ അങ്ങോട്ടേക്ക് കയറ്റിവിടാൻ പോവുകയാണ് എന്നുമായിരുന്നു അയാൾ പറഞ്ഞത്. അത് കേട്ടതും സജിൻ ഞെട്ടി. വൈകാതെ സജിൻ അനിയനൊരു മെസ്സേജ് അയച്ചു. നീ ഇങ്ങോട്ടൊന്നും വരണ്ട, അവിടെ നിന്നെങ്ങാനും പഠിച്ചാ മതി, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ. ആ മെസ്സേജ് അവൻ വായിച്ചത് അങ്ങനെയായിരുന്നു. അത് കേട്ടതും അജിന് ദേഷ്യം തോന്നി. തന്റെ ചേട്ടൻ അവിടെ അടിച്ചു പൊളിക്കുകയാണ് എന്നാണ് അവന്റെ ധാരണ. അതോടെ ദുബായിലേക്ക് പോവാൻ അവൻ അങ്ങ് ആ വാശിയിൽ തീരുമാനിച്ചു. വൈകാതെ ഓരോരുത്തരായി വിദേശത്തേക്ക് പോയി തുടങ്ങി. ഒടുവില് അജിനും വിനായകും പോകുന്ന ദിവസം എത്തി. ഹാഷിറും ഷിയാസും രാജനും അവരെ യാത്രയയക്കാൻ എത്തി. രാജൻ വിനായകനെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കി. പരസ്പരം പിരിയുമ്പോ ആ പിതാവും മകനും കരയുന്നുണ്ടായിരുന്നു. അലന് തന്റെ വാപ്പയെ കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പുറമെ അത്രയ്ക്ക് സ്നേഹം കാണിക്കാത്ത ഷിയാസ് എന്ന ആ പിതാവ് അതിന് മടി കാണിച്ചു. അങ്ങനെ അവർ മൂവരും വിദേശത്തേക്കെത്തി. അജിൻ എത്തിച്ചേർന്നത് തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പ് പോലുള്ള ഇടത്തേക്കായിരുന്നു. ബങ്ക് ബെഡിൽ ഏറ്റവും മുകളിലത്തെ ഇടമായിരുന്നു അജിന് കിട്ടിയത്. പ്രായമേറിയ ഒരുപാട് പേർ അതേ മുറിയിലുണ്ടായിരുന്നു. അലനും അജിനും UK വന്നിറങ്ങി. വലിയ പ്രതീക്ഷകളോടെയാണ് അവർ അവിടെ എത്തിയത്. ഒരുപാട് ഇംഗ്ലീഷൊന്നും അറിയില്ലെങ്കിലും ക്ലാസ്സിൽ വിദേശികളായതുകൊണ്ട് നന്നായി ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അലൻ വിനായകനെ സമാധാനിപ്പിച്ചു. രണ്ടുപേരും 2 കോളേജിലും 2 ഇടത്തുമായിരുന്നു താമസം. പക്ഷേ കോളേജിലെത്തിയപ്പോഴാണ് അവർ ഞെട്ടിയത്. അവിടുത്തെ ഏറ്റവും മോശം കോളേജുകളിൽ ഒന്നിലേക്കാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല അവിടെ പഠിക്കാൻ എത്തിയവരാകട്ടെ അവരെപ്പോലെ അവിടെ എത്തിയിട്ടുള്ള മലയാളികളും. ഹാഷിറാകട്ടെ സപ്ലി എഴുതാൻ കോച്ചിങ്ങിന് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലും ചേർന്നു. അവിടെ വെച്ച് വീണ്ടും ഹാഷിർ ഷൈനയെ കണ്ടുമുട്ടി. ഷൈന അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഹാഷിർ വീണ്ടും ഷൈനയെ ട്രൈ
ട്രൈ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഷൈന കുറച്ച് കലിപ്പിലായിരുന്നു. അവനോട് പഠിക്കാനായിരുന്നു അവള് പറഞ്ഞത്. വിദേശത്ത് പോയവരാവട്ടെ അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിനായകനും മലനും പാർട്ട് ടൈം ജോലിയൊന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. കയ്യിലുള്ള പണമാണെങ്കിൽ തീർന്നും തുടങ്ങി. വീട്ടിലെങ്ങനെ പണം ചോദിക്കുമെന്ന് ചിന്തിച്ച് അവർ ടെൻഷനിലുമായി. അജിനാകട്ടെ ലേബർ ക്യാമ്പിൽ നിന്ന് സൈറ്റുകളിലേക്ക് കൺസ്ട്രക്ഷൻ ജോലിക്കാണ് പോകുന്നത്. കനത്ത വെയിലും അവിടുത്തെ ജോലിഭാരവും അവനെ അവശനാക്കിക്കൊണ്ടിരുന്നു. കൂടെയുള്ള ബാക്കിയുള്ളവരൊക്കെ സന്തോഷിക്കുമ്പോൾ ഇവർക്കാർക്കും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരെല്ലാവരും വല്ലാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ കഷ്ടപ്പെട്ട് ഒരാളുടെ സഹായത്തിൽ അലനൊരു ജോലി ലഭിച്ചു. പിടിക്കപ്പെട്ടാൽ പണി കിട്ടുന്ന ജോലിയാണ്. പ്രായമേറിയ പ്രശ്നക്കാരായ 2 വയോധികരെ നോക്കുന്ന ജോലി. വിനായക് എത്തിപ്പെട്ടതാകട്ടെ ഒരു ഫാമിലുമായിരുന്നു. കുതിരലായമൊക്കെയുള്ള ഒരു ഫാമിൽ. അവിടുത്തെ ഓണർ എപ്പോഴും ചീത്തവിളിയും മറ്റുമാണ്. ഹാഷിർ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാൻ കാറ്ററിംഗ് ജോലിക്കും പോയി തുടങ്ങി. വയോധികർ വീട്ടിൽ എപ്പോഴും പ്രശ്നമുണ്ടാക്കും. പ്ലംബിംഗ് പണിയും ഇലക്ട്രിക്കൽ പണിയും ഒക്കെ വരും. അലനാകെ കഷ്ടപ്പെട്ടു. പുറത്തുനിന്ന് ആള് വിളിക്കുമ്പോ എപ്പോഴും അങ്ങോട്ടേക്ക് വന്നിരുന്നത് തല മൊട്ടയടിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പല ജോലികളിൽ ഏർപ്പെടുന്ന അയാളെ അലൻ പലപ്പോഴും കണ്ടു. പക്ഷേ അലന്റെ ഉള്ളിൽ അഡൽട്ട് പടത്തിൽ വരുന്ന ഹീറോയെ പോലെ തോന്നിച്ച അയാൾ ഒരു പേടി സ്വപ്നമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് വീണ്ടും ഡെലിവറി ജോലി ചെയ്യുന്ന രീതിയിൽ അയാളെ വീണ്ടും അലൻ കണ്ടത്. ആ സമയത്താണ് അയാൾ ഒരു മലയാളിയാണെന്ന് അലന് മനസ്സിലാകുന്നതും. പക്ഷെ അവരുടെ ദുരിത ജീവിതം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജോലിഭാരം അവരെ വല്ലാതെ കഷ്ടപ്പെടുത്തി. ഹാഷിർ ആണെങ്കിൽ ഷൈനയെ വളയ്ക്കാൻ ശ്രമിച്ചിട്ട് പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടെങ്കിലും അവൾ ഒരു തരത്തിലും അത്രയ്ക്ക് അടുക്കുന്നില്ല. വീഡിയോ കോളിലൂടെ കൂട്ടുകാർ പരസ്പരം കാര്യങ്ങളൊക്കെ പങ്കുവെക്കും. അലന്റെയും വിനായകിന്റെയും പക്കൽ പണമൊക്കെ ഇല്ലാതായതോടെ പരസ്പരം അവർ കാണലും കുറഞ്ഞിരുന്നു. പക്ഷേ ഒടുവിൽ 2 വശത്തു നിന്നും നടന്ന് ഒരു കോമൺ പോയിന്റിൽ വെച്ച് കണ്ടുമുട്ടാൻ ഇരുവരും തീരുമാനിച്ചു. അവർ അങ്ങനെ കണ്ടുമുട്ടുന്ന ആ ബസ് സ്റ്റോപ്പിന് 6-ാം മൈൽ എന്നവർ പേരുമിട്ടു. ഹാഷിർ അപ്പോഴും സ്ട്രഗിളിംഗിലായിരുന്നു. ഷൈനയെ ഒരു തരത്തിൽ അവൻ വളച്ചെടുത്തു. ഒരിക്കലും സംസാരിക്കുമ്പോ UK പോകുന്ന കാര്യം അവളോട് അവൻ അവതരിപ്പിച്ചു. പക്ഷെ അതിലും അവൻ തന്ത്രം പ്രയോഗിച്ചു. ഷൈനയോട് IELTS ഒക്കെ എഴുതി UK പോകാനും അവളുടെ ഡിപ്പെൻഡായി താൻ വരുന്ന കാര്യവും അവൻ പറഞ്ഞു. പക്ഷെ അത് ഷൈനയെ ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അജനാകട്ടെ ലേബർ ക്യാമ്പിലെ തന്റെ റൂമിൽ പ്രായമേറിയ വ്യക്തികളുടെ ഇടയിൽ പെട്ടിരുന്നു. ആദ്യമൊക്കെ നല്ലപുള്ള കണക്കെയായിരുന്നു അവൻ അവിടെ നിന്നത്. ആ റൂമിൽ ബെന്നി എന്ന പേരുള്ള ഒരു കഥാപാത്രമുണ്ട്. എപ്പോഴും ഫണ്ണായിട്ടിരിക്കാൻ ശ്രമിക്കുന്ന ഏവരെയും കുറച്ചൊക്കെ മദ്യപിക്കാനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി. അയാൾ നിർബന്ധിച്ച് അജിന് കുറച്ച് മദ്യം കൊടുത്തു. അജിൻ പിന്നാലെ തുരുതുര കുടിച്ചു. ബെന്നിയടക്കം വലിയ കാര്യത്തിൽ ഉപദേശിക്കാനും ഫണ്ണാക്കാനും വന്ന ഏവർക്കും ലഹരി തലക്ക് പിടിച്ച അവസ്ഥയിൽ അവന്റെ വായിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ചീത്ത കേട്ടു. എല്ലാവരും ഒന്നടങ്കം ഞെട്ടി. റൂമിൽ വലിയ പ്രശ്നം തന്നെ ഉണ്ടായെങ്കിലും അവിടുള്ള റൂംമേറ്റുകൾ ചേർന്ന് ബെന്നിയെയും അജിനെയും പരസ്പരം പിടിച്ചു മാറ്റി. മറുവശത്ത് നാട്ടിൽ ഹാഷിർ ഒരു കല്യാണത്തിൽ കാറ്ററിംഗ് ജോലിയിലായിരുന്നു. അവനായിരുന്നു പപ്പടം കൊടുത്തോണ്ടിരുന്നത്. കല്യാണത്തിൽ പങ്കെടുക്കാൻ അമീനും സംഘവും എത്തിയിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ വെച്ച് ഹാഷിറിനോടും മറ്റും അമീനും സംഘത്തിനും ഒരു ചുരുക്കുണ്ട്. പപ്പടത്തിന്റെ പേരിൽ കൂടുതൽ പപ്പടം കൊടുക്കാൻ പറഞ്ഞ് അമീന്റെ കൂട്ടത്തിലുള്ള ഒരുത്തൻ ഹാഷിറുമായി പ്രശ്നമുണ്ടാക്കി. അമീൻ അത് ഏറ്റുപിടിച്ചു. അപ്പോഴാണ് ഹാഷിർ എതിരെയിരുന്ന ഷൈനയെ കാണുന്നത്. തന്റെ പ്രേമഭാചനമാണല്ലോ. അവൾക്കടുത്തു ചെന്ന് അവൻ കുറച്ചധികം പപ്പടം കൊടുത്തു. അമീൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദേഷ്യത്തിൽ അമീനും കൂട്ടുകാരനും അതിനെപ്പറ്റി ഹാഷിറിനെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഷൈന അമീൻ തന്റെ ആങ്ങളെയാണ് എന്ന കാര്യം പറയുന്നത്. ഹാഷിർ അതോടെ അടവ് മാറ്റി അമീനും കൂട്ടുകാരനും കുറെ പപ്പടം കൊടുത്ത് അളിയൻ തിന്നെന്ന് പറഞ്ഞു. കേൾക്കേണ്ട താമസം. ദേഷ്യത്തിലായിരുന്ന അമീനും കൂട്ടുകാരനും ഹാഷിറിനെ തല്ലി. കുറച്ചു കഴിഞ്ഞ് തല്ല അവസാനിച്ചിരുന്നു. ഷൈന ഹാഷിറിനടുക്കൽ ദേഷ്യപ്പെട്ടു. ഹാഷിർ അമീനെ തല്ലി എന്ന് പറഞ്ഞാണ് ദേഷ്യപ്പെടുന്നത്. വീട്ടിലാകെ സപ്പോർട്ടുണ്ടായിരുന്നത് ഇക്കാക്കിയാണെന്നും ഹാഷിർ അമീനെ തല്ലിയത് കൊണ്ട് ഇനി നമ്മുടെ കാര്യത്തിൽ എന്തു ചെയ്യും എന്ന ആശങ്കയാണ് ഷൈന പങ്കുവെക്കുന്നത്. ഹാഷിറും ദേഷ്യത്തിലായിരുന്നു. അപ്പോഴാണ് വിനായകിന്റെ ഫോൺ കോൾ ഹാഷിറിനെ തേടിയെത്തിയത്. വിനായക് വല്ലാത്ത ടെൻഷനിലായിരുന്നു. രാജന് സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. ഹാഷിറിനോട് വേഗം ചെന്നൊന്ന് നോക്കാമോ എന്ന് വിനായക് ചോദിച്ചു. ഹാഷിർ ഉടൻ തന്നെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തുമ്പോൾ രാജൻ ICUവിലാണ്. സംഗതി കുറച്ച് സീരിയസുമാണ്. രാജന് ലിവർ സിറോസിസ് ആയിരുന്നു. ആളുകൾ കൂടി നിന്ന് സംസാരിക്കുന്നുണ്ട്. രാജൻ കാര്യം അധികം മദ്യപാനമൊന്നുമില്ലാത്ത മനുഷ്യനാണ്. പക്ഷെ ഇതങ്ങനെ വന്നു എന്നാണ് അവരുടെ സംശയം. പക്ഷേ രാജൻ ഒരുപാട് ആയുർവേദ മരുന്ന് കുടിക്കുമായിരുന്നു. പ്രത്യേകിച്ചും അരിഷ്ടമൊക്കെ. ഒരുപക്ഷെ അതായിരിക്കാം അയാളെ ആ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. UK-യിലുള്ള മോനെ വിവരമറിയിക്കേണ്ടെന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ഡോക്ടറാണെങ്കിൽ ഇനിയൊന്നും ചെയ്യാനില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിനായക് അപ്പോൾ വീണ്ടും ഹാഷിറിനെ വിളിച്ചു. എങ്ങനുണ്ടെന്ന് തിരക്കി. വിനായകിനെ വിഷമിപ്പിക്കാൻ ഹാഷിറിന് പറ്റില്ലായിരുന്നു. എടാ കുഴപ്പമില്ലടാ, ഞാനിവിടില്ലേ, നീ ടെൻഷൻ ആവണ്ട എന്നാണ് ഹാഷിർ പറഞ്ഞത്. അച്ഛനെ താൻ കണ്ടെന്നും അച്ഛനുമായി സംസാരിച്ചെന്നും കുഴപ്പമില്ലെന്നും ഹാഷിർ വിനായകിനോട് പറഞ്ഞു. തനിക്കൊന്ന് സംസാരിക്കണമെന്ന് വിനായക് പറഞ്ഞപ്പോ ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല, അകത്ത് ഡോക്ടറുണ്ടെന്ന് പറഞ്ഞ ഹാഷിർ ഫോൺ കട്ട് ചെയ്തു.
തൊട്ടുപുറകെയാണ് അലന്റെ സഹോദരിയുടെ ഫോൺ കോൾ ഹാഷിറിനെ തേടിയെത്തിയത്. അർജന്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് അവൾ വിളിച്ചത്. അതോടെ നിങ്ങളിവിടെ ഉണ്ടാവില്ലേ, ഞാൻ ഇപ്പൊ വരാമെന്ന് അവിടെയുള്ള ആളുകളോട് പറഞ്ഞ് ഹാഷിർ വേഗം അങ്ങോട്ടേക്ക് പോയി. ഹാഷിർ വൈക്ക് പോകുമ്പോ അനിയൻ തുടർച്ചയായി അവനെ വിളിക്കുന്നുണ്ടായിരുന്നു. തുടർച്ചയായി ഫോൺ വരുന്നത് കണ്ട് ഒടുവിൽ ഹാഷിർ ഫോൺ എടുത്തു. തന്റെ ഒരു സാധനം വണ്ടിക്കകത്തുണ്ടെന്നും തനിക്കുടൻ വണ്ടി വേണമെന്നുമാണ് നാഷിർ പറയുന്നത്. ഹാഷിർ പക്ഷെ അവനോട് ദേഷ്യപ്പെട്ടു. അത്ര അത്യാവശ്യമുള്ള എന്തുണ്ടെന്നാ വെച്ചിട്ട് പോടാ എന്നായിരുന്നു ഹാഷിർ പറഞ്ഞത്. ഹാഷിർ പിന്നാലെ വേഗത്തിൽ അലന്റെ വീട്ടിലേക്ക് എത്തി. അലന്റെ വാപ്പ ഷിയാസ് വീണ ശരീരത്തിൽ പരിക്ക് പറ്റിയിരിക്കുകയായിരുന്നു. ആശുപത്രി പോയില്ലേ എന്ന മട്ടിലൊക്കെ അവൻ വിവരമന്വേഷിച്ചു. പറമ്പിൽ വീണു എന്ന് മാത്രമേ ഷിയാസ് പറഞ്ഞുള്ളൂ. പക്ഷെ അവിടെ മറ്റൊരാളുണ്ടായിരുന്നു. അയാൾ ഹാഷിറിനെ മാറ്റി വിളിച്ചുകൊണ്ടുപോയി ഉള്ള കാര്യം പറഞ്ഞു. ഷിയാസ്ക പറമ്പിൽ മറിഞ്ഞു വീണതൊന്നുമല്ല, ആ മോൻകുട്ടനും നിന്റെ അനിയൻ നാഷിറും നിന്ന് കറങ്ങുന്ന കണ്ടു. ഷിയാസ്ക അത് ചോദ്യം ചെയ്തപ്പോ അവൻ ഷിയാസ്കയെ തള്ളിയിട്ടതാണ്. അത് കേട്ടതും ഹാഷിർ ഞെട്ടി. തിരികെ വീട്ടിലേക്ക് ബൈക്കിൽ പോകുമ്പോ അവന്റെ ചിന്തയിൽ മുഴുവൻ അതായിരുന്നു. നാഷിർ ഫോൺ വിളിച്ച കാര്യം അവൻ ഓർത്തു. ബൈക്കിൽ അവന്റെ അത്ര അത്യാവശ്യമുള്ള എന്താ ഉള്ളത് എന്ന് വണ്ടി ഒരിടത്ത് നിർത്തി ഹാഷിർ പരിശോധിച്ചു. അതിനകത്ത് കഞ്ചാവ് പാക്കറ്റുകൾ ഉണ്ടായിരുന്നു. ഹാഷിർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ദേഷ്യത്തിൽ അവൻ വീട്ടിലേക്ക് വന്നു. അനിയനെ പിടിച്ച് നല്ല രീതിയിൽ ചീത്ത വിളിക്കാൻ തുടങ്ങി. പക്ഷേ അനിയൻ തിരിച്ചടിച്ചു. ആദ്യം നീ നന്നാവ്, എന്നിട്ട് എന്നെ ഉപദേശിച്ചാൽ മതി എന്നായിരുന്നു അനിയന്റെ ഭാവം. അനിയൻ കഞ്ചാവ് മാത്രമല്ല ലഹരിയും ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടതും പണ്ട് ഹാഷിറിനെയും കൂട്ടരെയും ഡിവൈഎസ്പി പിടിച്ച് ഉപദേശിച്ചപ്പോ പറഞ്ഞ അതേ കാര്യങ്ങൾ ഹാഷിർ അനിയനോട് പറഞ്ഞ് അവനെ ഉപദേശിച്ചു. ലഹരി എത്രമേൽ അപകടകരമാണ് എന്ന കാര്യം അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഒടുവിൽ ഹാഷിർ ഒരു കാര്യം പറഞ്ഞു. സ്വന്തം അനുഭവം കൊണ്ട് പറയുന്നതാ, കൂടിയുള്ളവരൊക്കെ അങ്ങ് പോകും. ഒടുവിൽ പുറത്തിറങ്ങാനും കലഞ്ഞിരിക്കാനൊന്നും ആരും കാണില്ല. അത് കേട്ട് ഹാഷിറിന്റെ അനിയൻ തലതാഴ്ത്തി നിന്നതേയുള്ളൂ. അപ്പോഴാണ് ഡോറിൽ മുട്ടുകേട്ടത്. ഹാഷിറിന്റെ വണ്ടിയെ പിന്തുടർന്ന് പോലീസ് അവിടെ എത്തിച്ചേർന്നിരുന്നു. പോലീസ് ഹാഷിറിന്റെ വീടും ആ വണ്ടിയും സെർച്ച് ചെയ്തു. ഒടുവില് കഞ്ചാവും കണ്ടെടുത്തു. അത് ഹാഷിറിന്റെയാണോ അനിയന്റേതാണോ എന്ന് SI ചോദ്യം ചെയ്യാൻ തുടങ്ങി. അനിയൻ പെട്ടുപോകരുത് എന്ന് ഹാഷിറിന് ആഗ്രഹമുണ്ടായിരുന്നു. തനിക്കോ ചീത്തപ്പേര് കിട്ടി. അനിയൻ ഇതുവരെ നാട്ടിൽ ചീത്തപ്പേരില്ല. അതുകൊണ്ട് തന്നെ ഹാഷിർ അനിയന്റെ ആ കുറ്റം അങ്ങ് ഏറ്റെടുത്തു. തന്റെയാണ് ആ കഞ്ചാവെന്ന് പറഞ്ഞു. അതോടെ പോലീസ് ഹാഷിറിനെ തല്ലി അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. കുറ്റബോധത്തോടെ അനിയൻ ഹാഷിറിനെ നോക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ അലന്റെ വാപ്പയെത്തിയാണ് ഹാഷിറിനെ ജാമ്യത്തിലെടുത്തത്. അപ്പോഴേക്കും ദുഃഖിപ്പിക്കുന്ന ആ വാർത്ത അവരെ തേടിയെത്തിയിരുന്നു. വിനായകിന്റെ പിതാവ് രാജനെ ലോകത്തോട് വിട പറഞ്ഞു. ഹാഷിർ വേദനയുടെ ആ വിവരം വിനായകിനെ വിളിച്ചറിയിച്ചു. വേദന കൊണ്ട് ആ പാവം മകൻ വിദേശത്തിരുന്ന് വിങ്ങിപ്പൊട്ടി. എനിക്കെന്റെ അച്ഛനെ വേണം എന്ന് പറഞ്ഞു കരഞ്ഞു. എങ്ങനെ അവനെ ആശ്വസിപ്പിക്കണം എന്ന് ഹാഷിറിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഹാഷിറും പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. ഷിയാസ് ഫോൺ വാങ്ങി വിനായകിനോട് അവനെപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചു. വിനായക് പറഞ്ഞു, എനിക്ക് എന്റെ അച്ഛന്റെ ശരിക്കുന്ന മുഖം മാത്രമേ ഓർമ്മയുള്ളൂ. അതുമാത്രം എന്റെ ഉള്ളിൽ ഉണ്ടായാ മതി. ഞാൻ വരുന്നില്ല. അതോടെ രാജന്റെ കർമ്മങ്ങൾ ആര് ചെയ്യും എന്നൊരു ചോദ്യം വന്നു. രാജന്റെ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. വിനായകിന്റെ കൂട്ടുകാരൻ ഹാഷിർ ചെയ്യട്ടെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എല്ലാവരും അതോടെ അതിനായി മാറി. രാജന്റെ ജ്യേഷ്ഠൻ ഹാഷിർ കരഞ്ഞിരിക്കുന്നത് കണ്ട് അവനടുക്കൽ പറഞ്ഞു, അനിയനുമായി വഴക്കൊന്നും ഇട്ടേക്കരുത് കേട്ടോ. ചെറുപ്പത്തില് ഓരോ ചെറിയ സാധനങ്ങൾക്ക് വേണ്ടിയായിരുന്നു വഴക്ക്. വലുതായപ്പോ ഞങ്ങൾ തമ്മില് പണത്തിന്റെയും സ്വത്തിന്റെയും പേരിൽ വഴക്കായി. സംസാരിച്ച് തീരുന്ന പ്രശ്നമേ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴെങ്കിലും സംസാരിച്ച് തീർക്കണമെന്നും കരുതിയിരുന്നു. പക്ഷേ വാശി അതെനിക്കായിരുന്നു. അദ്ദേഹം മതം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. തന്റെ സഹോദരൻ അങ്ങനെ വിട്ടുപോയപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് തകർന്നുപോയിരുന്നു. വിവരമറിഞ്ഞ് അജിനും മലനും തങ്ങളുടെ ഇടങ്ങളിലിരുന്ന് ദുഃഖിക്കുന്നുണ്ടായിരുന്നു. വിനായകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. എപ്പോഴും ചീത്ത വിളിക്കുന്ന അവന്റെ മുതലാളി പോലും അത് കണ്ട് അവനെ ചേർത്തു പിടിച്ചു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം UK-യിലായിരുന്ന വിനായകന് കനത്ത പനി പിടിപ്പെട്ടു. അവരുടെ കയ്യിലാണെങ്കിൽ മരുന്നുമുണ്ടായിരുന്നില്ല. അലൻ അവരെ വിളിച്ച് ആശ്വസിപ്പിച്ചു. താൻ എവിടെന്നെങ്കിലും മരുന്ന് കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇതേ സമയം അലന് വീട്ടിൽ നിന്ന് കോൾ വന്നു. ആഷ്നയ്ക്ക് ഉപരിപഠനത്തിന് പോകാൻ ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും കാശ് ചെലവുണ്ട്. അതുകൊണ്ട് വാപ്പ അവളോട് പഠിക്കാൻ പോകണ്ട എന്നാ പറഞ്ഞിരിക്കുന്നത്. പഴയ കാര്യങ്ങൾ കാരണം ആഷ്നയെ ഒറ്റയ്ക്ക് വിടാൻ വാപ്പയ്ക്ക് ഇപ്പോഴും പേടിയുണ്ട്. അലനോട് വാപ്പയ്ക്കടുക്കലൊന്ന് സംസാരിക്കാൻ പറഞ്ഞാണ് ഉമ്മ വിളിച്ചത്. തിരക്കുണ്ടെന്ന് പറഞ്ഞ് അലൻ പക്ഷേ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. നിരാശയോടെ ആഷ്ന ഉമ്മയെ നോക്കി. ഹാഷിറാകട്ടെ വീട്ടിൽ കഷ്ടപ്പെടുകയായിരുന്നു. അധികാരം കാണിക്കാൻ മാത്രമെത്തുന്ന അവന്റെ മാമ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആഷിറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒടുവില് അവരുടെ വാപ്പയെ വരെ അപമാനിച്ച് സംസാരിച്ചു. പക്ഷേ ഇത്തവണ തന്റെ ഇക്കാക്കയെ അത്രമേൽ കുറ്റം പറയുന്നത് കേട്ട് നാഷിർ വെറുതെ നിന്നില്ല. അന്ന് നടന്ന കാര്യങ്ങളും കഞ്ചാവ് പിടിച്ചതിന്റെ സത്യാവസ്ഥയും നാഷിർ മാമയോട് ദേഷ്യത്തിൽ പറഞ്ഞു. ഒച്ചയെടുക്കാനല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി മാമ എപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ടോ എന്ന മട്ടിൽ മുഖത്തു നോക്കി ആട്ടുന്ന രീതിയിൽ നാഷിർ മാമയോട് ചോദ്യങ്ങൾ ചോദിച്ചു. മാമയെ നല്ല രീതിയിൽ അത് ദേഷ്യം പിടിപ്പിച്ചിരുന്നു. ഒടുവില് ഇവന്മാരുടെ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചേക്കരുതെന്ന് പറഞ്ഞ് അയാൾ ആ വീട്ടിൽ
വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. UK-യിലാണെങ്കിൽ മരുന്ന് കിട്ടാതെ അലൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പലയിടത്ത് പോയെങ്കിലും മരുന്ന് കിട്ടിയില്ല. വിനായകാകട്ടെ അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. പക്ഷേ രാത്രിയിൽ ഡോക്ടറുടെ സേവനമൊന്നുമില്ല. വിനായക് അവിടുത്തെ പുറത്തെ ബെഞ്ചിൽ കിടന്നു. മരുന്നന്വേഷിച്ച് കിട്ടാതെ വന്നപ്പോ അലൻ തനിക്ക് കണ്ടുപരിചയമുള്ള എല്ലായിടത്തും കാണുന്ന മൊട്ടത്തലയനായ ആ ഇന്ത്യക്കാരന്റെ സഹായം ചോദിച്ചു. അയാൾ അലന് 6-ാം മൈലിൽ മരുന്നെത്തിച്ചു കൊടുത്തു. അലൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. എല്ലായിടത്തും നിങ്ങളെ കാണാലോ എന്ന് പറഞ്ഞു. അയാളുടെ മറുപടി വന്നു, ഒരു ജീവിതമല്ലേ ഉള്ളൂ അനിയ, ജീവിക്കണ്ടേ. ആ വാക്കുകളിൽ എല്ലാം ഉണ്ടായിരുന്നു. ഹാഷിർ അന്ന് വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ നാശി ഓടി വന്നവനോട് സംസാരിച്ചു. തന്റെ അനിയന്റെ ഭാവി എന്താകുമെന്നോർത്ത് ഹാഷിറിന് ആശങ്കയുണ്ടായിരുന്നു. ഹാഷിർ അവനോട് പറഞ്ഞു, അടുത്ത 4 വർഷം നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും ഇനി നമ്മുടെ ഭാവി ഉണ്ടാവുക. ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ചീത്തപ്പേര് പോവാൻ വർഷങ്ങളെടുക്കും. നാശിക്ക് അതിപ്പോൾ നന്നായി മനസ്സിലാവുമായിരുന്നു. ഞാനിനി നന്നായി പഠിച്ചോളാം എന്നവൻ ഹാഷിറിനോട് പറഞ്ഞു. പഠിച്ചാൽ നിനക്കും കൊള്ളാം എനിക്കും കൊള്ളാം എന്നായിരുന്നു ഹാഷിറിന്റെ മറുപടി. ആ സമയമാണ് ഹാഷിറിനെ കാണാൻ അങ്ങോട്ടേക്ക് അവൻ വിളിച്ച് ഷൈനയും എത്തുന്നത്. ഹാഷിർ ഷൈനയ്ക്കടുത്തെത്തി സംസാരിച്ചു. എല്ലാം അവസാനിപ്പിക്കാമെന്നും അവൾക്ക് നല്ലൊരു ഭാവി വരനെ കിട്ടും എന്നും ഹാഷിർ പറഞ്ഞു. അജിനും സജിനും ജോലി സ്ഥലത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സജിൻ എന്ന ദേഷ്യത്തിൽ തന്റെ ചേട്ടനോട് പറഞ്ഞു, നിങ്ങളെന്ന് അങ്ങനൊരു മെസ്സേജ് അയച്ചേം കൊണ്ടാ ദേഷ്യത്തിന് ഞാൻ കേറിപ്പോന്നത്. ഉടൻ സജിൻ പറഞ്ഞു, നീയത് ദേഷ്യത്തിൽ കണ്ട് വായിച്ചേം കൊണ്ടാ, അതേക്കുറിച്ച് സമാധാനത്തിൽ വായിക്കണമായിരുന്നു. എങ്ങനെ സമാധാനത്തില്? സജിൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ, നീ അവിടെ നിന്ന് പഠിച്ചാ മതി. നിസ്സഹായതയായിരുന്നു സജിൻ അയച്ച ആ മെസ്സേജിലുണ്ടായിരുന്നത്. തന്നെപ്പോലെ തന്റെ സഹോദരനും കഷ്ടപ്പെടരുത്, പെട്ടുപോകരുത് എന്നുള്ള ആഗ്രഹം. പക്ഷേ അജിൻ അതിനെ മനസ്സിലാക്കിയത് മറ്റൊരു രീതിയിലായിരുന്നു. സജിൻ എന്ന് മനസ്സ് തുറന്ന് പറഞ്ഞപ്പോഴാണ് അജിനത് മനസ്സിലാവുന്നത്. ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ കുടുംബം നോക്കാത്ത അച്ഛൻ കാരണം അവരുടെ ഇരുവരുടെയും ഭാവി നശിച്ചു പോവുകയാണെന്ന് അജിൻ എന്ന് സജിനോട് പറഞ്ഞു. നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് രണ്ടുപേരുടെയും ജീവിതം കരിഞ്ഞു പോവേയുള്ളൂ. അതുകൊണ്ട് നീ നാട്ടിൽ പോയി എന്തെങ്കിലും കോഴ്സ് പഠിക്ക്. അത് കേട്ടതും സജിൻ ദേഷ്യപ്പെട്ടു. കടത്തിന്റെ കാര്യവും പണത്തിന്റെ കാര്യവും പറഞ്ഞു. ഞാൻ ജോലി ചെയ്ത് നിനക്ക് പണം അയച്ചു തരാം എന്നായിരുന്നു അജിന്റെ മറുപടി. സജിൻ അത് അത്രയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. ചേട്ടനെ പഠിപ്പിക്കാൻ വേണ്ടി മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അനിയനാവണ്ടാവനെന്ന് സജിൻ ദേഷ്യത്തിൽ പറഞ്ഞു. ഉടൻ അജിൻ അവനെ തിരുത്തി, അങ്ങനല്ല, രണ്ടാളും ഇവിടെ കിടന്ന ഒരിക്കലും രക്ഷപ്പെടില്ല. നിനക്കല്ലേ ഏജ് ഓവറാവാൻ പോകുന്നേ, ആദ്യം നീ പോയി പഠിക്ക്, എന്നിട്ട് എന്തെങ്കിലും നല്ല ജോലി കയറ്, പിന്നെ ഞാനും വരാം, നീ എന്നെ പഠിപ്പിക്ക്, അങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അജൻ പറയുന്നത് സജിനും മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആശുപത്രി വരാന്തയിൽ പനിച്ചു വിറച്ചു കിടന്ന വിനായകൻ തന്റെ അച്ഛന്റെ രൂപം മുന്നിൽ കണ്ടു. കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ അവന്റെ ഉള്ളിലേക്ക് ഓടിയെത്തി. അച്ഛൻ പണ്ട് പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോ പേടിച്ച് ഓടി വീണതും അന്ന് അത് കണ്ട് അച്ഛന് വല്ലതും പറ്റുമെന്ന് ചിന്തിച്ച് വിനായക് പൊട്ടിക്കരഞ്ഞതുമായ ഓർമ്മ. അന്നവന്റെ അച്ഛൻ തന്റെ മോനെ ചേർത്ത് പിടിച്ചിരുന്നു. 6-ാം മൈലിലിരുന്നിരുന്ന അലൻ മരുന്ന് കയ്യിൽ കിട്ടിയതും ആശ്വാസത്തോടെ ഇരുന്ന് തന്റെ സഹോദരി ആഷ്നയെ വിളിച്ചു. അവളോട് പഠിക്കാൻ പൊക്കോളാനും അവളുടെ കൂടെ താനുണ്ടെന്നും പറഞ്ഞു. ആഷ്നയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ സഹോദര ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാവുകയായിരുന്നു. കാലം കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ നിന്ന് തന്നെ അവർ ഓരോ പാഠങ്ങൾ പഠിക്കുന്നു. സഹോദരങ്ങൾ മാത്രമാണ് എന്നും കൂടെയുള്ളവർ എന്ന് തിരിച്ചറിയുന്നു. ആ സഹോദരങ്ങൾ ഏവരും വഴക്കുകൂടലുകൾക്കപ്പുറം വീണ്ടും സ്നേഹബന്ധത്തിന്റെ മൂർച്ചയിൽ ഒന്നിക്കുകയായിരുന്നു. അത്രമേൽ സ്നേഹസമ്പന്നമായ ഒരു സാധാരണ ജീവിതമാണ് മനുഷ്യരുടേതെന്ന് ആ ദൃശ്യങ്ങൾ വരച്ചിടുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം കൂട്ടുകാരൊക്കെ ചേർന്ന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ അലൻ ഹാഷിറിനോട് ചോദിച്ചു, അന്ന് കല്യാണ വീട്ടിൽ വെച്ച് അമീനെയും സംഘത്തെയും ഒറ്റയ്ക്ക് നിന്ന് അവനെങ്ങനെയാണ് അടിച്ചിട്ടതെന്ന്. ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഹാഷിർ പറഞ്ഞെങ്കിലും കൂട്ടുകാരത് വിശ്വസിച്ചില്ല. ആരും അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നവർ വീണ്ടും വീണ്ടും പറഞ്ഞു. ആരാണെന്ന് ചോദിച്ചപ്പോ അതൊക്കെയുണ്ടെന്നായിരുന്നു ഹാഷിറിന്റെ മറുപടി. പിന്നാലെ ആ കാര്യം വ്യക്തമാവുകയാണ്. അന്ന് ഹാഷിർ അടികൊണ്ട് വീണപ്പോ ഹാഷിറിനെ സപ്പോർട്ട് ചെയ്യാൻ അവന്റെ കൂടെ നിന്നത് അവന്റെ പരിചയക്കാരായിരുന്ന വാഴ 1-ലെ ടീം അംഗങ്ങളായിരുന്നു. അവരെല്ലാവരും ഒന്നിച്ചു നിന്നാണ് അന്ന് അമീനെയും സംഘത്തെയും അടിച്ചൊതുക്കിയത്. അടിയൊക്കെ കഴിഞ്ഞ് നാട്ടുകാർ സംസാരിച്ചപ്പോഴോ ആ അടി മുഴുവൻ പപ്പടം ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിലുള്ള അടിയുമായി മാറി. ആ ദൃശ്യങ്ങളിൽ വാഴ 2 എന്ന ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.